നിങ്ങളുടെ ഒരു കുഞ്ഞനുജനായി കണ്ടുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കുവാൻ ശ്രമിക്കണം. സഹിക്കണില്ലേ? എൻ്റെ മോൻ കിടക്കണ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് സഹിക്കണില്ല അവൻ കിടക്കണ കണ്ടിട്ട്. കൊച്ചിനെനിക്ക് രക്ഷപ്പെടുത്തി തന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അവനിങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നേ. എൻ്റെ കുഞ്ഞിന് സഹിക്കണില്ലേ? എനിക്ക് എൻ്റെ കൊച്ചു കിടക്കണ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. അവനോട് നടന്നതാണ് അവനിങ്ങനെ അവസ്ഥയിൽ വന്നത്. ഒരു അമ്മയുടെ തേങ്ങൽ അതെങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ഒരു വാർത്ത അത് പറയണമെന്നറിയില്ല, അതെത്തിക്കണമെന്നറിയില്ല. വലിയ സങ്കടമാണ്. ഒരു 16 വയസ്സുള്ള ഒരു മകന് വേണ്ടി ആ അമ്മ പൊട്ടിക്കരയുകയാണ്. ഒരുപക്ഷെ ഹൃദയം നുറങ്ങിപ്പോകുന്ന ഈ വേദനയിൽ നമുക്കെങ്ങനെ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയണമെന്നറിയില്ല. വലിയ സങ്കടമാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്ന് കട്ടിലിൽ ഇങ്ങനെ ചലനമറ്റ നമ്മുടെ പ്രേക്ഷകർ കാണണം ഈ ഒരു സാഹചര്യം. നമ്മൾ അയൽക്കാരാണ്. ഈ കുഞ്ഞുമോനെ എല്ലാവരും രക്ഷിച്ചെടുക്കണം. കിടന്ന കിടപ്പാണ്. നടുതൊട്ട് കാല് വരെ അനങ്ങത്തില്ല. പൊന്നുപോയി കുഞ്ഞിനെ എല്ലാവരും രക്ഷിച്ചെടുക്കുക. ഇത് കാണുന്നവരെല്ലാവരും മനസ്സ് തോന്നി നമുക്കൊപ്പം സഹകരിച്ച് നിൽക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് വർക്കലയാണല്ലേ? വർക്കല 9-ാം വാർഡ് ചെറുന്നിയൂർ. നമ്മളെല്ലാവരും അയൽക്കാരാണ് സാറേ. ഈ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കണം. ഒരു ആൺകുഞ്ഞാണ്. 5 മാസം കൊണ്ട് ഒരേ കിടപ്പാണ്. തള്ളയും തന്തയും കൂലി വേലക്കാരാണ് അവർ. അച്ചാമ്മയുണ്ട്. അച്ചാമ്മ തൊഴിലുറപ്പിന് പോവും. ഒരു മോളുണ്ട്. 2 കൊച്ചു പഠിക്കുന്നു. അതിന് നിവൃത്തിയില്ലെന്നും പറഞ്ഞ് കരച്ചില്ല അമ്മയും എല്ലാവരും. ഒരു വലിയ സങ്കടം അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കുകയാണ്. ഒരു 16 വയസ്സുള്ള ഒരു മകൻ, അവൻ ഒന്നനങ്ങുവാൻ പോലും കഴിയാതെ കട്ടിലിൽ കിടക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ ഒരു അപകടം പറ്റിയതാണ്. അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചു. എന്നാൽ ഡോക്ടർമാർ അറിയിച്ചത് വിദഗ്ധ പരിശോധന കൊടുത്താൽ, അങ്ങനെയൊരു വിദഗ്ധ പരിശോധന അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തേക്ക് മടക്കിക്കൊണ്ടുവരാം എന്ന് തന്നെയാണ്. എന്നാൽ അതിന് ഈ കുടുംബത്തിന് കഴിയുന്നില്ല. ഏകദേശം 10 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് അവർ പറയുന്നത്. ആ ഒരു തുക കണ്ടെത്തുവാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഒന്നിക്കണം, ഒരുമിക്കണം. ഒരുപക്ഷെ ആ മകൻ ജീവിതത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചതേയുള്ളൂ, ഒന്ന് ജീവിക്കാൻ തുടങ്ങിയതേയുള്ളൂ. അവൻ്റെ ജീവൻ പോലും അല്ലെങ്കിൽ അവൻ്റെ ജീവിതം അസ്തമിക്കുന്ന ഈ അവസ്ഥ. ആ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കേണ്ട ഒരു മകൻ അവനങ്ങനെ ഇല്ലാതായി പോകുന്നത് വലിയ സങ്കടമാണ്. വീണു കൊച്ചിന് എൻ്റെ നടുവയ്യാന്ന് കിടന്ന് വിളിച്ച് ആംബുലൻസ് കൊണ്ട് അവളൊരു കടയിൽ പോവുകയാണ്. നിവർത്തിയില്ലാത്തതുകൊണ്ട് അവളൊരു കടയിൽ പോവുകയാണ്. അവിടെ അറിയിച്ച് അവളെ വന്ന് അവൾ വന്നപ്പോഴത്തേക്ക് കൊച്ചു കിടന്ന് പെടയ്ക്കണമെങ്കിൽ നടുവയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ആട്ടയിലെടുത്ത് കയറ്റി ഇറക്കാൻ നടു വളയുന്നില്ല. പിന്നെ ആംബുലൻസ് കൊണ്ടുവന്നാണ് അവനെ കൊണ്ടുപോയത്. 3 മാസം മെഡിക്കലിൽ കിടന്നു. ഒരു രക്ഷയുമില്ല. ഇവിടെ ഇങ്ങോട്ട് ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിലാണ് കയറിയത്. ഇവർ പഠിച്ചിട്ട് നടന്ന് വരെയായിരുന്നു. അപ്പോഴത്തെ ആ കൊച്ചു ഇങ്ങോട്ട് പോണ കൊച്ചായിരുന്നു. അങ്ങനെ വിളിച്ച് വാടാ നമ്മൾ അങ്ങോട്ടല്ലേ വരണം, അങ്ങാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ കയറുകയാണ് ചെയ്തത്. ഇവനും വേറൊരു കൊച്ചും ഉണ്ടായിരുന്നു. ആ കൊച്ചു രക്ഷപ്പെട്ട് താഴെ ഉള്ളത് തന്നെ. എനിക്ക് 13 വയസ്സാണ്. ചേട്ടന് 16 വയസ്സാണ്. എല്ലാവരും ചേട്ടനെ സഹായിക്കണം. ചേട്ടൻ്റെ കാലുകളെല്ലാം ചെറുതായി തുടങ്ങിയാണ്. എല്ലാവരും സഹായിക്കണം. ചേട്ടൻ്റെ ചികിത്സയ്ക്കായിട്ട് നല്ല പൈസ വേണം. എത്ര രൂപ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്? 10 ലക്ഷം. 10 ലക്ഷം രൂപ വേണം അല്ലേ? ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോകണം? മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ഇപ്പം മെഡിക്കൽ കോളേജിലാണ് അല്ലേ? ശരി. അച്ഛൻ എന്ത് ചെയ്യുന്നു? കടയിൽ ജോലിക്ക്. അമ്മയും കടയിൽ. ഈ വാർത്ത കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ മകനെ ഒരു മകനായി കണ്ടുകൊണ്ട്, നിങ്ങളുടെ ഒരു കുഞ്ഞനുജനായി കണ്ടുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കുവാൻ ശ്രമിക്കണം. കാര്യം ഇത് പറയുവാൻ അവർക്ക് മറ്റാരുമില്ല. അതുകൊണ്ടാണ് വിസ്മയ എന്ന മാധ്യമത്തെ വിളിച്ചു വരുത്തിയത്. വലിയ സങ്കടം, ഒരുപക്ഷെ ഹൃദയം നുറങ്ങിപ്പോകുന്ന ഒരു സങ്കടം തന്നെയാണ്. ഇനി ആ മകനെ ഒന്ന് കാണണം.
ഒരുപക്ഷെ ആരുടെയും ഹൃദയം തകർക്കുന്ന ഈ ഒരു വേദന, ഈ കട്ടിൽ ഇങ്ങനെ ചലനമറ്റ് കിടക്കുന്ന ഈ മകനെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെ പോലും തകർക്കുന്ന ഒരു വേദനയാണ്. പ്രേക്ഷകർ ഇത് നിങ്ങളുടെ മകനായി കണ്ടുകൊണ്ട്, നിങ്ങളുടെ സഹോദരനായി കണ്ടുകൊണ്ട് ഒന്ന് സഹായിക്കണം. എൻ്റെ കൈകാലുകളൊന്നും അനങ്ങൂല. എല്ലാവരും എന്നെ സഹായിക്കണം. അച്ഛനമ്മയും സഹായിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം. കൊച്ചിനെ രക്ഷപ്പെടുത്തി തന്നാൽ മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. കണ്ണി കയ്യേന്നും പറഞ്ഞ് നോക്കി ഇത്ര നാളും നോക്കി ഇപ്പം ഇങ്ങനെയും വന്ന് അവരൊക്കെ കളഞ്ഞു വെച്ച് പോകുമ്പോൾ ഞാനേ കാണുള്ളൂടെ. എനിക്ക് എന്നെ കൊണ്ട് കാണാനൊക്കില്ല. ഞാൻ എപ്പോഴും വന്ന് കയറൂല ഇവിടെ. വർക്കല ചെറുനിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് അജിത്ത്. ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അജിത്തിൻ്റെ സഹപാഠികൾ, അധ്യാപകർ, അതുപോലെ അജിത്തിനെ അറിയാവുന്ന ഈ നാട്ടുകാർ, നിങ്ങളെല്ലാം ഒന്ന് അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. ഇപ്പോൾ തന്നെ ഈ അജിത്തിൻ്റെ കൈകാലുകളെല്ലാം ശോഷിച്ച ഒരു കമ്പ് പോലെ ആവുകയാണ്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് കീഴ്വശം ചലനമറ്റ ഈ കട്ടിലിങ്ങനെ എഴുന്നേൽക്കുവാൻ പോലും കഴിയാതെ കിടക്കുകയാണ്. ഈ സങ്കടമാണ് നമ്മുടെ പ്രേക്ഷകരോട്, ഇവിടെയുള്ള നാട്ടുകാരോട്, ജനങ്ങളോട്, അധ്യാപകരോട്, സഹപാഠികളോട് എല്ലാം പറയാനുള്ളത്. 10 ലക്ഷം രൂപ ചിലവ് വേണ്ടിവരുന്ന ഒരു അടിയന്തരമായ ചികിത്സ, വിദഗ്ധ ചികിത്സ അത് നൽകിയെങ്കിൽ മാത്രമേ ഇനി അജിത്തിനെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉടൻ ഇടപെടണം. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം. ഇത് വലിയ സങ്കടമാണ്, അടിയന്തരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ വാർത്ത പുറത്തു വന്നാൽ മറ്റൊന്നാലോചിക്കാതെ നമുക്ക് മുന്നിൽ സമയമില്ല എന്നത് നമ്മൾ മുൻകൂട്ടി കരുതുക. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചെറുനിയൂരാണ്. ചെറുനിയൂർ 9-ാം വാർഡ്. നിങ്ങൾ സഹായിക്കണം. അല്ലാതെ മറ്റ് മാർഗങ്ങളില്ല, മറ്റ് വഴികളില്ല. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.